ചിലപ്പോഴൊക്കെ ഒരു 30-35 വയസ്സുള്ള ഈ സ്ത്രീകൾ, അതുപോലെ മധ്യവയസ്കരായ ആൾക്കാർ നമ്മുടെ അടുത്ത് വന്നിട്ട് പറയും, ഡോക്ടറെ ഭയങ്കര മറവിയാണ്, ഒന്നും ഓർക്കാൻ പറ്റുന്നില്ല, കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ മറന്നു പോവുക, പേരുകൾ ഓർക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ പറയാറുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ഇവർക്കൊരു മറവി രോഗം വരാനുള്ള സമയമൊന്നും ആയിട്ടില്ല, അതായത് ഡിമെൻഷ്യ വരേണ്ട സമയമൊന്നും ആയിട്ടില്ല. അപ്പോൾ മാത്രമല്ല, മെമ്മറി ഉണ്ടോ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ റീസെൻറ്റ് മെമ്മറി ഓക്കെയാണ്, ഇമ്മീഡിയറ്റ് മെമ്മറി നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഓക്കെയാണ്, റിമോട്ട് മെമ്മറി ടെസ്റ്റ് ചെയ്യുമ്പോഴും ഓക്കെയാണ്. അതായത് പണ്ടുള്ള കാര്യങ്ങളും ഇപ്പോഴുള്ള കാര്യങ്ങളൊക്കെ ഇവർ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഓക്കെയാണ്, പക്ഷെ ഇവർ അത് കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ ഇവരുടെ ഒരു പാറ്റേൺ നോക്കുമ്പോൾ മിക്ക ഇങ്ങനെയുള്ള ആളുകൾ ഒരു അറ്റൻഷൻ ഡെഫിസിറ്റ് അവർക്കുണ്ടാവും. അതായത് ഇവർ ഓവർ തിങ്കിങ് ആണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കാര്യം. അതായത് ഇവരൊരു മിഡിൽ ഏജ് ക്രൈസിസിലൂടെ കടന്നു പോകും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവരെന്ത് ചെയ്യും, ഒരുപാട് ഈ ക്രൈസിസിനെ കുറിച്ച് അല്ലെങ്കിൽ ഇവരെ ഈ സ്ട്രെസ്ഫുൾ ലൈഫ് ഇവൻസിനെ കുറിച്ചൊക്കെ ചിന്തിക്കും, ഫ്യൂച്ചറിനെ കുറിച്ച് കുറച്ച് ആങ്ഷ്യസ് ആയിരിക്കും, പാസ്റ്റിനെ കുറിച്ച് ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഓവർ തിങ്കിങ് ഇവരുടെ ഒരു കോമൺ ഒരു ഫീച്ചറായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇത്തരം കേസസിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ലൈഫ് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതായത് പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ്, പ്രോപ്പറായിട്ടുള്ള എക്സസൈസ്, പിന്നെ അതുപോലെ മെൻ്റൽ എക്സസൈസസ് ലൈക്ക് മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ് പോലുള്ള പ്രസൻറ്റ് മൊമെൻറ്റിലോട്ട് നമ്മൾ നിൽക്കാനുള്ള ടൈപ്പ് എക്സസൈസുകൾ, അതാണ് മൈൻഡ്ഫുൾനെസ് എക്സസൈസ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഈ ചില കേസിൽ സ്യൂഡോ ഡിമെൻഷ്യ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. അതായത് അവർ മറവി പറഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത് വരിക, മറവി രോഗം പോലെ തന്നെ ആയിരിക്കും അവരുടെ പ്രസൻറ്റേഷൻ, പക്ഷെ നോക്കുമ്പോൾ അവർക്ക് അണ്ടർലൈൻ ഡിപ്രഷനോ ആങ്സൈറ്റിയോ അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടാവും. മിക്കവാറും ഡിപ്രഷനാണ് കാണാറുള്ളത്. അപ്പോൾ ആ ഡിപ്രഷൻ, അണ്ടർലൈൻ ഡിപ്രഷൻ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവരുടെ മറവി കുറേയൊക്കെ ഭേദപ്പെട്ട് വരുന്നതും കാണാറുണ്ട്. മറവികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കാര്യമായി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഇവാലുവേഷൻ ചെയ്യാം. നമുക്ക് എന്താണ് എൻ്റെ റീസൺ എന്നുള്ളത് ഇവാലുവേഷൻ ചെയ്യാം.